ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മളെല്ലാവരും ഒരുപാട് വർഷങ്ങളായി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, ശരിയല്ലേ? ഇന്ന് ഈ മൊബൈൽ ഫോൺ കമ്പനിക്കാർ ചെയ്യുന്ന പകൽക്കൊള്ള തട്ടിപ്പിനെതിരെയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. പറയാതെ വയ്യ. ഞാനൊക്കെ ഒരുപാട് വർഷക്കാലമായി എയർടെലിന്റെ പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും കണക്ഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇന്നലെ എയർടെൽ കമ്പനിയിൽ നിന്നും വാട്സപ്പിലേക്ക് വന്നൊരു മെസ്സേജ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. സസ്പെൻഷൻ അലർട്ട്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്നറിയില്ല. എനിക്ക് ഈ കമ്പനിക്കാരോട് തിരിച്ചു ചോദിക്കാൻ ഒന്നുള്ളൂ, ഇത്രയും കർക്കശമായ മെസ്സേജ് അയക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് നല്ല സർവീസ് തരാൻ പറ്റാത്തത്? നല്ല കവറേജ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തത്? ഇതെന്ന് നാം ഓരോരുത്തരും ഈ കമ്പനിക്കാരെ പ്രതിഷേധമായി അറിയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ആദ്യകാലങ്ങളിൽ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോയും പ്രൂഫൊക്കെ കൊടുത്ത് മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ ഇവരുടെ ഓഫർ എന്തായിരുന്നു? കമ്പനിക്കാരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആജീവനാന്ത ഇൻകമിംഗ് കോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലരും ഈ മൊബൈൽ ഫോൺ കണക്ഷൻസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ ആ ഇൻകമിംഗ് കോളിന്റെ അവസ്ഥ എന്താണ്? അവരത് 6 മാസമായിട്ട് വെട്ടിച്ചുരുക്കി, 3 മാസമായിട്ട് വെട്ടിച്ചുരുക്കി. ഇപ്പൊ ഒരാഴ്ച പോലും നമുക്ക് കിട്ടുന്നില്ല. എന്നിട്ട് ഇവരയക്കുന്ന മെസ്സേജാണ് ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെസ്സേജ്. നമ്മള് വർഷങ്ങളായിട്ട് ഫോൺ റീചാർജ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ താരിഫ് അനുസരിച്ചുള്ള ഈ പ്ലാനിലെ എല്ലാ ഫീച്ചറും ഫെസിലിറ്റികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ വീട്ടിലെ വയസ്സായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായിട്ടുള്ള ആളുകൾ. അവർക്ക് എന്താ, നമ്മുടെ മൊബൈൽ ഫോൺ ഇതേ താരിഫിനാണ് അവർക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. അവര് ഈ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഈ താരിഫ് അനുസരിച്ചുള്ള ഫുൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ ഇത്രയും ലക്ഷങ്ങളും കോടികളും നമ്മൾ കൊടുത്ത് റീചാർജ് ചെയ്യുന്ന ഇത്രയും ഫെസിലിറ്റികൾ ഈ കമ്പനിക്കാർക്ക് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അത് ഒരു പ്രോഫിറ്റ്, ലാഭം തന്നെയല്ലേ? പലരും 1, 2, 3 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാം. പക്ഷെ അവരൊന്നും വിളിച്ചിട്ട് നമുക്ക് ഫോണിൽ ഒരിക്കലും കിട്ടാറില്ല. ഇന്ന് നമ്മളും 1, 2, 3, 4 മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഒരു മൊബൈൽ ഫോൺ കമ്പനികളിലും നെറ്റ്വർക്കിലും റേഞ്ച് കിട്ടുന്നില്ല, നെറ്റ് കിട്ടുന്നില്ല, മറ്റൊരു ഫെസിലിറ്റി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഫെസിലിറ്റികളും കിട്ടുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാനില്ല, അവര് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ച് കേൾക്കാനില്ല. പലയിടത്തും ഇന്റർനെറ്റ് കിട്ടുന്നില്ല, കറങ്ങി നിൽക്കുന്നു. ഈ ഒരു വിഷയത്തില് പൊതുജനങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും പരാതിയുണ്ട്. ഇതെല്ലാവരോടും നമ്മൾ ഇതിനെ കുറിച്ച് ചോദിച്ചറിയുമ്പോൾ എല്ലാവർക്കും പരാതി, പരിഭവങ്ങളും ദേഷ്യം എല്ലാം ഈ കമ്പനിക്കാരുടെ അടുത്തുണ്ട്. പക്ഷെ ഇങ്ങനൊരു വീഡിയോ സംസാരിക്കുന്നത് ഞാൻ എവിടെയും മറ്റാരും ഇതിനെ കുറിച്ച് പ്രതിഷേധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് അങ്ങേറ്റം പ്രതിഷേധാത്മകമായൊരു സമീപനമാണ് ഇന്ന് ഈ മൊബൈൽ ഫോൺ കമ്പനികൾ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നിശ്ചിത താരിഫിൽ നിന്നുകൊണ്ട് എല്ലാ മാസവും നിശ്ചിത തുക ബില്ലടച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പോസ്റ്റ് പെയ്ഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ. ഈ ഉപഭോക്താക്കൾ അറിയാതെ അവരുടെ അക്കൗണ്ടിൽ പല പാക്കുകൾ ആഡ് ചെയ്ത് ബിൽ തുകയിൽ വർധനവുണ്ടാക്കി എല്ലാ മാസം ബില്ലടയ്ക്കുമ്പോൾ പറഞ്ഞ തുകയിൽ നിന്നും കൂടുതൽ തുക ഈ ഫോൺ കമ്പനിക്കാർ എല്ലാ മാസവും ഈടാക്കും. ഭൂരിഭാഗം പേര് ഇതിനെതിരെ പ്രതിഷേധിക്കാറില്ല, അടച്ചു പോകാറാണ് പതിവ്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾ ഇവരുടെ ഓഫീസിൽ നേരിട്ട് പോയി ഇവരുമായി സംസാരിച്ച് പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിച്ച് ബിൽ തുകയിൽ ഇളവ് കിട്ടുന്നത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് ഈ ഒരു അനുഭവം. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ട് ബിൽ എമൗണ്ട് കുറച്ചു കൊടുക്കുന്ന അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളെ നമ്മൾ കാണാൻ സാധിക്കും. ഇനിയിപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട മൊബൈൽ ഫോൺ നമ്പർ, അതായത് നമ്മുടെ ഫാൻസി നമ്പർ ആയാലും ശരി, സാധാരണ മൊബൈൽ ഫോൺ നമ്പർ ആയാലും ശരി, നമ്മൾ ഇഷ്ടപ്പെട്ട് മോഹവില കൊടുത്ത് മേടിക്കുന്ന പല നമ്പറുകളും ഇന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്ന മറ്റുള്ള വ്യക്തികളാണ്.
ഈ ഫോൺ കമ്പനിക്കാർക്ക് അതിനെക്കുറിച്ചൊരു ഒരു ന്യായം അവരുടെ ഭാഗത്ത് പറയാനില്ല. ഇതൊക്കെ പൊതുജനങ്ങൾ വളരെയധികം ചർച്ച ചെയ്യേണ്ടതും ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ മൊബൈൽ ഫോൺ കമ്പനിക്കാരുടെ പകൽക്കൊള്ള തട്ടിപ്പിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾ ഈ ഫോൺ കമ്പനിക്കാരുടെ തട്ടിപ്പിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ മൊബൈൽ ഫോൺ കമ്പനിക്കാരുടെ പകൽക്കൊള്ള തട്ടിപ്പിനെതിരെ ഞങ്ങൾ ഇന്ന് അവതരിപ്പിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തണമെന്നും തുടർന്നും പൊതുജനങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.